നമസ്കാരം. ഹോണ്ട സിറ്റി ഡീസൽ വാഹനവുമായി ചെന്നൈക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. തമിഴ്നാട്ടിൽ കൂടെയും ഇടുക്കി ജില്ലയിൽ കൂടെയാണ്. ഇടുക്കി ജില്ലയിൽ കൂടെ അറൗണ്ട് ഒരു 40-50 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം തമിഴ്നാട്ടിൽ കൂടെയാണ് ഓടിച്ചത്. ഇപ്പോൾ വണ്ടി ഏകദേശം 926 കിലോമീറ്ററായി. ഈ വണ്ടിക്ക് ഇപ്പോൾ പ്രസന്റിൽ കിട്ടിയിരിക്കുന്ന മൈലേജ് 30 കിലോമീറ്ററാണ്. 30.2 കിലോമീറ്ററാണ് ഈ വണ്ടിക്ക് പ്രസന്റിൽ കിട്ടിയിരിക്കുന്ന മൈലേജ്. നമുക്ക് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഈ ഹോണ്ട സിറ്റി ഡീസലിന് ഇത്ര ഭീകരമായ, ഇത്ര വണ്ടർഫുള്ളായ ഒരു മൈലേജ് ഉണ്ട് എന്നുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ ഒരുപാട് റഷായിട്ട് ഇത് ഓടിക്കാറില്ല. ഇപ്പം തന്നെ ഈ വാഹനം പോകുന്നത് ഒരു 75 കിലോമീറ്റർ വേഗതയിലായിരിക്കാം, അല്ലെങ്കിൽ 80 കിലോമീറ്റർ വേഗതയിൽ. മാക്സിമം ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ സ്പീഡിൽ ഓടിക്കാറുള്ളൂ. പിന്നെ ഒരു 60 വരെ, ഏറ്റവും കുറവ് ഒരു 60 വരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 100ന് മേളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് താഴെ പോകും. പക്ഷേ 100ന് മേളിലേക്ക് ഒരു സേഫ് ആയിട്ടുള്ളൊരു യാത്രയാണ് ഇപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് 100ന് മേളിലേക്ക് അങ്ങനെ ഓടിക്കാറില്ല. മിക്കപ്പോഴും ഇത് തന്നെയാണ് എനിക്ക് കിട്ടാറുള്ള മൈലേജും. തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 24 അങ്ങനെയൊക്കെയാണ് കിട്ടാറുള്ളൂ. ബട്ട് ഈ വണ്ടി ഇപ്പോൾ കയ്യിലിരിക്കുന്ന ആളുകളെല്ലാം ഒരു സ്പെഷ്യൽ വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ്. അവർ ഇങ്ങനെ വണ്ടിയുടെ ഇത്ര മൈലേജ് ഉണ്ടെന്നൊന്നും പറയാത്തതുകൊണ്ടായിരിക്കാം നമ്മളിതൊന്നും ഇത്ര നാളായിട്ട് അറിയാതിരുന്നത്. ഈ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോ ആയിട്ടും ഇതിൻ്റെ ഈ മൈലേജിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സർവീസ് എക്സ്പെൻസും വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബൈക്ക് ഓടുന്ന എക്സ്പെൻസിലാണ് നമ്മൾ ഇത്ര വലിയ ഒരു കാറ്, ഒരു സെഡാൻ കാറ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. മീൻവെയിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട് അടിപൊളി സ്പേസ് ഉണ്ട്, വലിയൊരു ഡിക്കി ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ കാറ് നമുക്ക് തരുന്നത്, ഇത്രയും മൈലേജോട് കൂടി.